ഇനി നമുക്ക് 47-ാമത്തെ ശ്ലോകം തൊട്ടാണ് നോക്കുവാനുള്ളത്. ഇന്നത്തെ സത്സംഗത്തിൽ നമുക്ക് 47-ാമത്തെ ശ്ലോകം നോക്കാം. ചതുർഭുജ ശംഖചക്രഗദാരാജീവപാണയ കിരീടിന കുണ്ടലിനോ ഹാരിണോ വനമാലിന. ഇനിയും ആ ബ്രഹ്മാവ് കണ്ട ഭഗവാന്റെ ശ്രീഹരി ഭഗവാന്റെ രൂപത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ചതുർഭുജ 4 കൈകളോടുകൂടി ശംഖചക്രഗദാരാജീവപാണയ. ശംഖം, ചക്രം, ഗദ, രാജീവം എന്ന് പറഞ്ഞാൽ താമര, താമര മുതലായവയോട് കൂടിയ പാണയ 4 കൈകൾ. പിന്നെയോ കിരീടിന കുണ്ടലിനോ ഹാരിണോ വനമാലിന. കിരീടിന കിരീടം ധരിച്ചിട്ടുണ്ട്, കുണ്ടലിന കുണ്ടലങ്ങൾ ധരിച്ചിട്ടുണ്ട്, ഹാരിണ ഹാരങ്ങൾ ധരിച്ചിട്ടുണ്ട്, വനമാലിന വനമാലകളും ധരിച്ച രൂപത്തെയാണ് ബ്രഹ്മാവ് കാണുന്നത്. താഴെ ഒന്നല്ല 9 അല്ല 100 അല്ല, ആയിരക്കണക്കിന്. കാരണം ഇത്രയും പശുക്കുട്ടികൾ, ആയിരക്കണക്കിനുമല്ല ലക്ഷക്കണക്കിന് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആയിരക്കണക്കിന് പശുക്കുട്ടികളും പശുക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പശുക്കുട്ടികളൊക്കെ തന്നെ ആവുമ്പോഴേ അത് കുറേ അധികമായി. അത്രയും എണ്ണവും ഭഗവാനെയാണ് കാണുന്നത്. ചതുർഭുജങ്ങളോട് കൂടിയ മഞ്ഞപ്പട്ടുടുത്ത കിരീടവും കുണ്ടലങ്ങളും ഒക്കെ അണിഞ്ഞ് വനമാലകളും ഹാരങ്ങളുമൊക്കെ അണിഞ്ഞ കാർമേഘവർണ്ണനെ കാണുന്നത്. പിന്നെയോ ഈ ഗോപബാലന്മാർ അവരുടെ കൈകളിലുള്ള ഓരോരോ സാധനങ്ങളും, കൊമ്പ്, കുഴല് തുടങ്ങി ഓരോരോ സാധനങ്ങളും, ഒരു ഭക്ഷണം കൊണ്ടുവരുന്ന പാത്രങ്ങളായാലും അങ്ങനെ ഓരോന്നും ഭഗവാനായിട്ട് ബ്രഹ്മാവിന് കാണിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ചതുർഭുജ ശംഖചക്രഗദാരാജീവപാണയ കിരീടിന കുണ്ടലിനോ ഹാരിണോ വനമാലിന. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ചതുർഭുജ ശംഖചക്രഗദാരാജീവപാണയ കിരീടിന വനമാലിന. ഇത്രയിടങ്ങളിലും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 48-ാമത്തെ ശ്ലോകമാണ്. ശ്രീവത്സാംഗദോ രത്നകമ്പു കങ്കണപാണയ നൂപുരൈ കടകൈർഭാത കടിസൂത്രാങ്കുലീയകൈ. ഇനി അടുത്തത് എന്തൊക്കെയാണ് ബ്രഹ്മാവ് കണ്ടത് എന്ന് പറയുകയാണ്. ശ്രീവത്സാംഗദോ രത്ന കമ്പു കങ്കണപാണയ. കൈകളിൽ ശ്രീവത്സ പ്രഭായുക്തങ്ങളായിട്ടുള്ള ശ്രീവത്സ അംഗതങ്ങളോട് കൂടിയതും, കൈകളിലാകട്ടെ രത്ന കമ്പു കങ്കണപാണയ രത്നമയങ്ങളായിട്ടുള്ള ഒരു ശംഖം പോലെ 3 ധാരകളോട് കൂടിയ കങ്കണങ്ങൾ, അതായത് കൈവളകൾ. പിന്നെയോ നൂപുരൈ കാൽച്ചിലമ്പുകൾ, കടകൈർഭാത കടകൈ എന്ന് പറഞ്ഞാൽ കടകങ്ങൾ കൊണ്ടും, ഭാത എന്ന് പറഞ്ഞാൽ ശോഭിക്കുക, വിലസുന്ന ഭഗവാന്. കടിസൂത്ര അങ്കുലീയകൈ അരഞ്ഞാണം, അതുപോലെ അങ്കുലീയകം എന്ന് പറഞ്ഞാൽ വിരലിലൊക്കെ അണിയുന്ന മോതിരങ്ങൾ. ഇവയെല്ലാം ധരിച്ചുകൊണ്ട് ശോഭിക്കുന്ന ഭഗവത് രൂപത്തെയാണ് ബ്രഹ്മാവ് കണ്ടത്. ശ്രീവത്സം എന്ന് പറയുന്ന മറുക് കാണുന്നുണ്ട്. അതുപോലെ തോൾവളകളൊക്കെ അതിൽ പതിച്ചിരിക്കുന്ന രത്നങ്ങളുടെ ശോഭയും കൂടി ആയപ്പോൾ ഭഗവാൻ ഒന്നുകൂടെ സുന്ദരമായി ശോഭിക്കുന്നു, വിലസുന്നു. അതുപോലെ തന്നെയാണ് രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ ശംഖിൻ്റേതുപോലെ 3 രേഖകളുള്ളതായിട്ടുള്ള കൈവളകൾ.
കാലുകളിൽ ചിലമ്പണിഞ്ഞിട്ടുണ്ട്. കൈകളിൽ കൈവളകൾ കടകങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. അരഞ്ഞാണമുണ്ട്. എല്ലാ വിരലുകളിലും മോതിരമൊക്കെ അണിഞ്ഞിരിക്കുന്ന ഇങ്ങനെ സർവാഭരണ വിഭൂഷിതനായിട്ട് ഭഗവാൻ ഒന്നല്ല ലക്ഷക്കണക്കിന് ഭഗവത് രൂപങ്ങളെയാണ് ബ്രഹ്മാവ് കണ്ടത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. 48-ാമത്തെ ശ്ലോകം. ശ്രീവത്സാംഗതോ രത്ന കമ്പു കങ്കണപാണയ നൂപുരൈ കടകൈർഭാത കടിസൂത്രാങ്കുലീയകൈ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആദ്യത്തെ പാദം ഒന്നിച്ച് തന്നെ ചേർത്ത് തന്നെ വായിക്കുവാൻ ശ്രമിക്കുക. ശ്രീവത്സാംഗതോ രത്ന കമ്പു കങ്കണ പാണയ. അവിടെ വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. പിന്നീട് രണ്ടാമത്തെ പാദത്തിലെ 3 വാക്കുകളിലും വിസർഗം വരുന്നുണ്ട്. പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. കടകൈർ ഭാത, അവിടെ ഹകാരം നീട്ടിയെടുത്ത് വേണം പകുതി ഹകാരത്തിൽ നിർത്താൻ. പിന്നെ കടിസൂത്ര അങ്കുലീയകൈ, അവിടെ അത് ശ്രദ്ധിക്കുക വായിക്കുമ്പോൾ. ഇനി അടുത്തത് 49-ാമത്തെ ശ്ലോകമാണ്. ആഘ്രിമസ്തകമാപൂർണാസ്തുളസീ നവദാമഭി കോമളൈ സർവഗാത്രേഷു ഭൂരി പുണ്യവദർപ്പിതൈ. ആഘ്രിമസ്തകമാപൂർണാസ്തുളസീ നവദാമഭി. ആഘ്രിമസ്തകം ആപൂർണ തുളസി നവദാമഭി. ഇങ്ങനെ 3 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ആഘ്രിമസ്തകം എന്ന് പറഞ്ഞാൽ പാദം മുതൽക്ക്, അംഘ്രികൾ മുതൽ മസ്തകം വരെ, പാദം മുതൽ ശിരസ് വരെ. ആപൂർണ എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിന്നിരുന്നവരായിരുന്നു. തുളസി നവദാമഭി, തുളസി കൊണ്ടുണ്ടാക്കിയ പുതിയ പുതിയ മാലകൾ ധരിച്ച, അതായത് ആ തുളസി ഇലകൾക്കൊന്നും ഒരല്പം പോലും വാട്ടമില്ലാതെ ഭഗവാന്റെ ദേഹത്ത് അംഗസ്പർശമേറ്റ തുളസിമാലയ്ക്ക് പോലും ഒരു പുത്തൻ ഉണർവും ഓജസ്സും കൈവന്നതുപോലെ തോന്നിക്കും. ഇപ്പോൾ പറിച്ചങ്ങോട്ട് കെട്ടിയതേ ഉള്ളൂ എന്ന് തോന്നും. അങ്ങനെയുള്ള പുതിയ തുളസിമാലകൾ ധരിച്ചിരിക്കുന്നു. കോമളൈ സർവഗാത്രേഷു. കോമളൈ, വളരെ കോമളമായിരിക്കുന്ന, മനോഹരങ്ങളായിരിക്കുന്ന, സർവഗാത്രേഷു, എല്ലാ അവയവങ്ങളിലും, ഭൂര്യപുണ്യവദർപ്പിതൈ. ഭൂര്യപുണ്യവത്, പുണ്യം തികഞ്ഞവരായിട്ടുള്ള. ഭൂരി എന്ന് പറഞ്ഞാൽ അധികവും, അത്രയധികം പുണ്യം ചെയ്തിട്ടുള്ളവരാൽ അർപ്പിതൈ, അർപ്പിക്കപ്പെട്ടതായിട്ടുള്ള. അപ്പോൾ സുഹൃത്തികളായിട്ടുള്ള, പുണ്യം ഏറെ തങ്ങളുടെ കർമ്മങ്ങളിൽ ചേർത്തിട്ടുള്ള, ഏറെ പുണ്യങ്ങൾ ചെയ്തിട്ടുള്ളവരായ, പുണ്യം വർദ്ധിച്ചവരായിട്ടുള്ള സുഹൃത്തികളാൽ അർപ്പിക്കപ്പെട്ട് സർവ്വവയവങ്ങളിലും വളരെ മനോഹരമായി ഇരിക്കുന്ന പുതിയ തുളസിയിലകൾ കൊണ്ട് കെട്ടിയ മാലകളാൽ ശോഭിക്കുന്ന, അത് ആ മാലകളാകട്ടെ ശിരസ്സു മുതൽ പാദം വരെയുള്ള വലിയ മാലകളാണ് ഭഗവാനെ ഓരോ രൂപവും ധരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് രൂപങ്ങളെയാണ് ബ്രഹ്മാവ് കണ്ടത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ആഘ്രിമസ്തകമാപൂർണാസ്തുളസീ നവദാമഭി കോമളൈ സർവഗാത്രേഷു ഭൂരി പുണ്യവദർപ്പിതൈ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആഘ്രിമസ്തകം ആപൂർണ, അവിടെ മായുടെ ആകാരം നീട്ടിയെടുക്കുക. പിന്നെ തുളസീ നവദാമഭി ഭൂരി പുണ്യവദർപ്പിതൈ കോമളൈ, ഇവിടെയൊക്കെ വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ ഭൂരി പുണ്യവദർപ്പിതൈ, അർപ്പിതൈയാണ് ദായുടെ ആകാരം, ശ്രദ്ധിച്ചു വായിക്കുക. ഇനി അടുത്തത് 50-ാമത്തെ ശ്ലോകമാണ്. ചന്ദ്രികാവിശതസ്മേരൈ സാരുണാപാംഗവീക്ഷിതൈ
സ്വകാർത്ഥാനാമിവ രജഃ സത്വാഭ്യാം സൃഷ്ടൃപാലക. ചന്ദ്രിക വിശദസ്മേരേ, ചന്ദ്രിക പോലെ വളരെ നിർമ്മലങ്ങളായിരിക്കുന്ന മന്ദഹാസങ്ങളോട് കൂടിയതും സാരുണാപാംഗ വീക്ഷിതേ, സ അരുണാപാംഗ വീക്ഷിതേ. അരുണം എന്നാൽ ചുവപ്പ് നിറം, ചുമന്നിരിക്കുന്ന കടക്കണ്ണോട്ടങ്ങളോട് കൂടിയവരായിട്ടും. പിന്നെയോ സ്വകാർത്ഥാനാം ഇവ രജ, സ്വകാർത്ഥാനാം എന്ന് പറഞ്ഞാൽ തൻ്റെ ഭക്ത കാര്യങ്ങളുടെ, ഇവ എന്ന് പറഞ്ഞാൽ എന്നതുപോലെ, രജസത്വാഭ്യാം സൃഷ്ടൃപാലക. രജസത്വാഭ്യാം രജോഗുണം സത്വഗുണം എന്നിവ കൊണ്ട് തൻ്റെ ഭക്തകാര്യങ്ങളുടെ സൃഷ്ടപാലക, സാധകന്മാരും, അതായത് സൃഷ്ടാവും പാലകന്മാരുമായിരിക്കുന്ന സൃഷ്ടപാലക, അതായത് അതിൻ്റെ സാധകന്മാരും പാലകന്മാരുമായിരിക്കുന്നവരോ എന്ന് തോന്നുന്ന വിധത്തിലാണ് ഇവിടെ കണ്ടത്. അതായത് ബ്രഹ്മാവിനാൽ കാണപ്പെട്ട ഈ വൈഷ്ണവ സ്വരൂപമായിട്ടുള്ള ഗോപപാലന്മാരും ഗോവത്സങ്ങളുമൊക്കെ ചന്ദ്രിക പോലെ നിർമ്മലമായിരുന്നു. അവരുടെ ആ മനോഹാരിതയും സർവാലങ്കാര വിഭൂഷണങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞുവെങ്കിൽ പിന്നീടുള്ള ഒരു പ്രത്യക്ഷ ഭാവത്തെയാണ് ഇവിടെ ഈ ഒരു ശ്ലോകം കൊണ്ട് വർണ്ണിക്കുന്നത്. അതുപോലെ തന്നെ സർവാഹ്ലാദജനകമായിരുന്ന മന്ദഹാസം കൊണ്ടും ചെന്താമര പോലെ ചുവന്ന വർണ്ണത്തോടു കൂടിയിരിക്കുന്ന തൻ്റെ കടക്കണ്ണുകൾ കൊണ്ടുള്ള നോട്ടങ്ങൾ കൊണ്ടും ഈ രൂപങ്ങളൊക്കെയും അത്യന്തം കോമളമായിരുന്നു, മനോഹരമായിരുന്നു. ഇവിടെ ഭഗവാന്റെ ഗുണങ്ങൾ, രജോ ഗുണവും സത്വഗുണവും ഒക്കെ സമ്മേളിക്കുന്നത് ഭഗവാന്റെ സൃഷ്ടി പാലക കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ പറയാണ്, ഇവിടെ ബ്രഹ്മാവ് കണ്ട ഈ രൂപങ്ങളും ഒക്കെയും, ഈ വൈഷ്ണവ രൂപങ്ങളൊക്കെയും ഈ ജഗത്തിലുള്ള സത്വരജ ഗുണങ്ങളുടെയൊക്കെയും സൃഷ്ടികർത്താക്കളും പാലകന്മാരുമാണോ എന്ന് തോന്നിപ്പോകുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ രജോ ഗുണപ്രധാനനായിട്ടുള്ള ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെട്ടത് ഈ ഭഗവാനിൽ നിന്നാണ് എന്ന് ബ്രഹ്മാവിനെ ഒന്ന് ഓർമ്മിപ്പിക്കുക കൂടിയായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ചന്ദ്രികാ വിശദസ്മേരൈ സാരുണാപാംഗവീക്ഷിതൈ സ്വകാർത്ഥാനാമിവ രജസത്വാഭ്യാം സൃഷ്ടപാലകാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ചന്ദ്രികാ വിശദസ്മേരൈ, അവിടെയും സാരുണാപാംഗവീക്ഷിതൈ, അവിടെയും സൃഷ്ടപാലക, ഇവിടെയെല്ലാം വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ സ അരുണാപാംഗവീക്ഷിതൈ, പദം പിരിക്കണ്ട, വായിക്കുമ്പോൾ അകാരം ശ്രദ്ധിച്ചാൽ മതിയാകും. പിന്നെ അതുപോലെ ഒന്ന് രജസത്വാഭ്യാം, ഇവിടെ രജ എന്നുള്ളത് പ്രത്യേകം പിരിച്ചാണ് ഗ്രന്ഥങ്ങളിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ അവരവരുടെ ഗ്രന്ഥങ്ങൾ നോക്കുക. അവിടെ വിസർഗമുണ്ടെങ്കിൽ രജ എന്നൊരു വിസർഗം കൊടുത്ത് വായിക്കുക. ചില ഗ്രന്ഥങ്ങളിൽ രജസത്വാഭ്യാം അത് ചേർത്ത് വരുമ്പോൾ സ കൂട്ടക്ഷരമായിരിക്കും, അപ്പോൾ അത് കട്ടിയിൽ തന്നെ വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. ഇനി അടുത്തത് 51-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.